ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബോട്ടി കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ ബോട്ടിക്കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ബോട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആട്ടിൻ ബോട്ടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പല സ്ഥലങ്ങളിലും പല പേരിലാണ് പറയുന്നത്. ബോട്ടി എന്ന് പറയും, പോട്ടി എന്ന് പറയും, അതുപോലെ തന്നെ കുടലെന്നും പറയും. അപ്പോൾ ആട്ടിൻ കുടലെന്നും പറയും. ഞാനിപ്പോൾ ഇത് വൃത്തിയാക്കാത്തതാണ് കേട്ടോ. വൃത്തിയാക്കി എടുക്കണം. ഇനി ഇതുപോലെ ഇങ്ങനെ ഒരു ആട്ടിൻ ബോട്ടി കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ കുടൽ കിട്ടും. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കൂടി സെറ്റായിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ എല്ലാം വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചിരിക്കുന്നത് റെഡിമെയ്ഡായിട്ട് വാങ്ങാനും കിട്ടും. അതല്ലാതെ ഇതുപോലുള്ള മീറ്റ് ഷോപ്പിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടും. ഇനി നമുക്കിത് വേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ തിളച്ച ചൂടുവെള്ളത്തിലേക്ക് ഈ ബോട്ടി കംപ്ലീറ്റ് ആയിട്ട് ഇടണം. എന്നിട്ട് ഇതിന് മുകളിലുള്ള ഈ സ്കിൻ കംപ്ലീറ്റ് ആയിട്ട്, അതായത് ചൂടുവെള്ളം കൊള്ളുമ്പോഴത്തേക്കും ഈ സ്കിൻ കംപ്ലീറ്റ് ആയിട്ട് നല്ല ഈസി ആയിട്ട് ഇളകി വരും. അപ്പോൾ നമുക്കിപ്പോൾ ഇത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ചൂടുവെള്ളം കൊള്ളുമ്പോഴത്തേക്കും നല്ല സൂപ്പറായിട്ട് ഇളകി വരും കേട്ടോ. ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ആട്ടിൻ ബോട്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബോട്ടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3-4 മിനിറ്റ് മാത്രം നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ പുറത്തുള്ള ആ സ്കിന്നെല്ലാം ഇങ്ങനെ പതുക്കെ ഇതുപോലെ ഒന്ന് റിമൂവായി കിട്ടും. ഈസി ആയിട്ട് നമുക്ക് കൈവച്ചെടുക്കാൻ പറ്റുന്നതാണ്. 4 മിനിറ്റ് ഒന്ന് ഫസ്റ്റ് തിളപ്പിക്കണം. അതിനുശേഷം പിന്നെ ഇതിന് പുറത്തേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കൈവച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാകുന്നതുവരെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതിയാവും. അതിനുശേഷം ചെറിയ കുട്ടി പീസാക്കിയിട്ട് ഒന്ന് കഴുകി മാറ്റി വയ്ക്കണം. ഞാനിപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടാണ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. അത്യാവശ്യം ഒരുപാട് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാൻ നിൽക്കേണ്ട. ഈ ഒരു അളവിൽ തന്നെ ധാരാളം മതിയാവും. അപ്പോൾ ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തുടങ്ങാം. നമ്മുടെ ഈ ബോട്ടി കറി തയ്യാറാക്കുന്നത് ഒരു കുക്കറിലാണ്. അപ്പോൾ കുക്കർ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു 2 പീസ് അളവിൽ കറുവാപ്പട്ടയും ഒരു 4 ഗ്രാമ്പു അതുപോലെ തന്നെ 4 ഏലക്കയും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടി, മുഴുവൻ പെരിഞ്ജീരകം. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഞാൻ വന്നിട്ട് വെളുത്തുള്ളി കൂടുതലാണ് എടുക്കേണ്ടത്. നമുക്കിതിലേക്ക് ഒരു 7 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി ചെറിയൊരു പീസാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഫ്രഷ് ആയിട്ട് തന്നെ ഒരു ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. പേസ്റ്റ് ആണെങ്കിൽ അത് സമസമായിരിക്കില്ല, അതിൻ്റെ പേരിലാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ചെറിയ ഉള്ളി. ഒരു 15ഓളം ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ബോട്ടിക്കറി തയ്യാറാക്കുമ്പോഴത്തേക്കും ചെറിയ ഉള്ളി മസ്റ്റായിട്ടൊന്ന് ചേർത്തേക്കണം. വെറും നമ്മളിപ്പോൾ സവാളയിൽ മാത്രം തയ്യാറാക്കുന്നതിനേക്കാളും ഈ ചെറിയ ഉള്ളി കൂടി ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൂടെ തന്നെ ഒരു ചെറിയ സവാളയിൽ ഒരെണ്ണം എടുത്തിട്ട് അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അതും കൂടി ചേർക്കാം. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ പകുതി മതിയാവും. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതായത് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഒരുപാട് ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആകണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. പലരും ഇപ്പോൾ ഈ ബോട്ടി വാങ്ങുകയോ അല്ലാന്നുണ്ടെങ്കിൽ ബോട്ടിക്കറി തയ്യാറാക്കുകയോ ചെയ്യാത്തവരാണ്. അപ്പോൾ ഇത് ഒന്ന് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ഇതുവരെയും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ചിക്കൻ കറി പോലെ അല്ലാന്നുണ്ടെങ്കിൽ ബീഫ് കറി പോലെ അങ്ങനെ ആ ബീഫിൻ്റെ ചിക്കൻ്റെ ടേസ്റ്റേ അല്ല, ഒരു പ്രത്യേക ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ നമ്മുടെ ഈ ചെറിയ ഉള്ളിയുടെയും സവാളയുടെയും കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 2 ചെറിയ തക്കാളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇപ്പോൾ 1.5 തക്കാളി, വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 1.5 തക്കാളി ചേർക്കാം. കൂടെ തന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മുടെ ഈ തക്കാളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. പിന്നീട് അത് നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടിക്കോളും.
തക്കാളി എല്ലാം നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മസാലകളാണ്. ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിപ്പോൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുകയാണ്. മുളക് പൊടി അധികം എരിവില്ലാത്തതിൻ്റെ പേരിലാണ് 2.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അളവിൽ മതിയാവും. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി, അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചതും കൂടി ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി, ഇനി 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ചേർക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. അതായത് നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതുപോലെ നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടതാണ് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടിയാണ്. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 3 കപ്പ് അളവിൽ മാത്രം വെള്ളം മതിയാവും. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഇനി നമ്മളിതാ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബോട്ടി ഇതിലേക്കൊന്ന് ചേർക്കാം. കൂടെ തന്നെ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മുറി തേങ്ങയുടെ ഒരു പകുതി അളവിൽ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു അളവിൽ ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതും കൂടി അരച്ച് ഇതിലേക്ക് ഒന്ന് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതുപോലെ ഈ ഒരു അളവിൽ ഞാനിപ്പോൾ ചേർക്കുകയാണ്. പിന്നീട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഒരുപാട് ഉപ്പ് ഈ ഒരു സമയം ചേർക്കണ്ട. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ ഒരു കട്ടിക്ക് വേണം നമുക്ക് ഉണ്ടാവേണ്ടത്. പിന്നീട് നന്നായിട്ട് ഇത് കുക്കറിലിരുന്ന് വിസിലൊക്കെ വരുമ്പോഴത്തേക്കും വീണ്ടും കുറച്ചും കൂടി ഒന്ന് വറ്റിക്കിട്ടും. ഇതുപോലെ എല്ലാ ചേരുവകളും ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടതാണ് കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 8-9 വിസിലോളം വരണം. എങ്കിൽ മാത്രമേ ഈ ബോട്ടിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഓരോ കുക്കറിലും ഓരോ അളവിലാണ് വെക്കേണ്ടത്. ചില കുക്കറിലൊക്കെ 6 വിസിൽ വരുമ്പോഴേ വെന്ത് കിട്ടും, ചിലതിൽ അതിലും കൂടുതലായിട്ട് എടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 8-9 വിസിൽ ഇതിലേക്ക് വെക്കുകയാണ്. എന്നാൽ ശരി, ഇതിങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. ഇതിപ്പോൾ ഒരു 8 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതോടം തന്നെ തുറന്ന് നോക്കരുത്. ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം മാത്രം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഫ്ലെയിം ഞാൻ വെച്ചിരുന്നത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ചിട്ടാണ്. ഒരുപാട് ലോ ഫ്ലെയിമിലും വെക്കണ്ട, ലോ ടു മീഡിയത്തിന് ഇടയിൽ അങ്ങനെ വെച്ചിരുന്നാൽ മതിയാവും. എന്നാൽ ശരി, ഇതിലെ കംപ്ലീറ്റ് പ്രഷർ ഒന്ന് പോകട്ടെ. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ബോട്ടിക്കറി റെഡി ആയിട്ടുള്ളതെന്ന്. വളരെ രുചികരമായിട്ടുള്ളൊരു ബോട്ടിക്കറിയാണ് കേട്ടോ. ഉറപ്പായിട്ട് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും കട്ടിക്കാണ് നമ്മുടെ ഈ ഗ്രേവി ഉള്ളത്. ഇനിയും കുറച്ചും കൂടി കട്ടി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാകും. വീണ്ടും ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചൂട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് പുട്ടിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ അപ്പത്തിൻ്റെയോ ദോശയുടെയോ ഇഡ്ഡലിയുടെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ നമുക്ക് ഇഷ്ടമുള്ള എന്ത് റൈസിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് ഇതുപോലൊരു ബോട്ടി കറിയൊക്കെ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. Take care, dear friends.